നമുക്ക് തിരിച്ചു വരാത്തൊരു യാത്രയുണ്ട്. ആ യാത്ര മരണത്തിന്റെ യാത്രയാണ്. ആ യാത്ര പോയാൽ വിജയം കൈവരിക്കണോ? അതിനെന്ത് വേണം? അതേ യൗമലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ക്ലിയറായ മനസ്സുമായി അല്ലാഹുവിനെ സമീപിക്കാത്തവന് സമ്പത്ത് കൊണ്ട് ഉപകാരമില്ല, അവന്റെ സന്താനങ്ങളെ കൊണ്ട് ഉപകാരമില്ല, ഒന്നുകൊണ്ടും ഉപകാരമില്ല. ഉപകാരം ലഭിക്കണോ? മനസ്സ് ക്ലിയറാകണം. മനസ്സിൽ അഹങ്കാരം പാടില്ല, അസൂയ പാടില്ല, വിദ്വേഷം പാടില്ല, വൈരാഗ്യം പാടില്ല. തെളിഞ്ഞ മനസ്സ് വേണം. ആ തെളിഞ്ഞ മനസ്സ് എങ്ങനെയാണ്? റബ്ബിലേക്ക് തിരിഞ്ഞ മനസ്സാണ്, റബ്ബിനെ സ്നേഹിക്കുന്ന മനസ്സാണ്, റബ്ബന്റെ മനസ്സറിയുന്നു എന്ന ചിന്തയിലാണ്. അങ്ങനെ റബ്ബിലേക്ക് തിരിഞ്ഞ മനസ്സ് വേണം. അങ്ങനെ റബ്ബ് മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, അവനെ തടയുന്നവനുള്ളൂ, അവനെ അധികാരമുള്ളവനുള്ളൂ എന്ന ചിന്തയിൽ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ക്ലിയറായ മനസ്സുമായി പോകുന്നവനാണ് ആ യാത്രയിലുള്ള സന്തോഷം കേട്ടോ. കൊടുക്കുന്ന രാജാവ് ഒന്നാണ്. ഇന്നമാന ഖാസിം, ഞാൻ സപ്ലൈ ചെയ്യുന്ന നേതാവാണ്, ഞാൻ വിതരണം ചെയ്യുന്ന നേതാവാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിതരണം ചെയ്യുന്ന നേതാവാണ്, നിമിത്തമാണ്. സൃഷ്ടിച്ചു കൊടുക്കുന്ന രാജാവ് അല്ലാഹ്. അപ്പൊ സുഹൃത്തുക്കളെ, നന്മയുടെ നിമിത്തങ്ങളാണ് അമ്പിയാക്കൾ, നന്മയുടെ നിമിത്തങ്ങളാണ് മലക്കുകൾ, നന്മയുടെ നിമിത്തങ്ങളാണ് ഔലിയാക്കൾ, നന്മയുടെ നിമിത്തങ്ങളാണ് ഉഖ്റവിയായ ആലിമീങ്ങൾ, നന്മയുടെ നിമിത്തങ്ങളാണ് ബാപ്പയും ഉമ്മയും, നന്മയുടെ നിമിത്തങ്ങളാണ് നല്ലതിന് ചെലവഴിക്കുന്ന സമ്പത്തുകൾ, നന്മയുടെ നിമിത്തമാണ് നമ്മുടെ നല്ല മനസ്സുകൾ. നന്മയുടെ നിമിത്തങ്ങൾ ധാരാളമുണ്ട്. നന്മയുടെ നിമിത്തങ്ങളെ നമ്മൾ സ്നേഹിക്കണം, നന്മയുടെ നിമിത്തങ്ങളെ അംഗീകരിക്കണം, നന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കണം, നന്മയുടെ നിമിത്തങ്ങളെ സ്വായത്തമാക്കണം. അത് മനുഷ്യന് അനിവാര്യമാണ്. അതേ സമയത്ത് തിന്മയുടെ നിമിത്തങ്ങൾ, ആ തിന്മയുടെ നിമിത്തങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ, രോഗാണുക്കൾ മുതൽ ശൈത്താനും ശൈത്താനിന്റെ അനുയായികളും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളും അല്ലാഹുവിന്റെ ഔലിയാക്കൾ ജനങ്ങളെ അകറ്റുന്നവർ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ചീത്ത പറയുന്നവർ, കുറ്റം പറയുന്നവർ, ആലിമീങ്ങളിലുള്ള മതിപ്പ് നഷ്ടപ്പെടുത്തുന്നവർ, ജനങ്ങൾക്ക് ഗീബത്തും നമീമത്തും പറഞ്ഞുകൊടുത്തവരെ മനസ്സ് ദുഷിപ്പിക്കുന്നവർ, അതുപോലെ അതാ റബ്ബിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്നതിന് പകരം അവനവന്റെ പോക്കറ്റിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ചൂഷകന്മാർ, ഇസ്ലാമും തഖ്വയും നഷ്ടപ്പെടുത്തുന്നവർ, ഭൗതിക താൽപര്യവുമായി മുന്നേറുന്നവർ, അതൊക്കെയും തിന്മയുടെ നിമിത്തങ്ങളാണ്. തിന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കുന്നതിന് പകരം നന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കുന്നത് മനുഷ്യന് ഭാഗ്യമാണ്. അത് ആത്മീയ പുരോഗതിക്ക് ആവശ്യമാണ്. അതാണ് അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു അൻഹു. നിങ്ങൾ പ്രസംഗത്തിന്റെ തുടക്കം മറന്നോ എന്നറിയില്ല. അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു അൻഹു മദീന സിയാറത്തിന് വേണ്ടി പുറപ്പെട്ടു ചെന്നു. മദീനയുടെ പുറത്ത് ചെന്നിട്ട് അങ്ങോട്ട് കടക്കാതെ പുറത്തവിടെ ഒരു ടെന്റും കെട്ടി അങ്ങ് കെട്ടുന്നു. മദീന ആ വലിയ ബറക്കത്തുള്ള നാട്, അത് ലോകത്തിന്റെ മുഴുവൻ നേതാവ് കിടക്കുന്ന നാടല്ലേ, അവിടുത്തെ ജാറമുള്ള സ്ഥലമല്ലേ, അവിടുന്ന് നിർമ്മിച്ച പള്ളിയുള്ള സ്ഥലമല്ലേ, അവിടുത്തെ സഹാബത്ത് ആയിരക്കണക്കിന് കിടക്കുന്ന നാടല്ലേ. ആ നാട്ടിലേക്ക്, തങ്ങളെ ഹളറത്തിലേക്ക് ഞാനങ്ങ് പോകാൻ പറ്റുമോ? ഞാനതിന് മാത്രം വൃത്തിയുണ്ടോ? ഞാനതിന് മാത്രം വൃത്തിയുണ്ടോ?
ആത്മീയമായ വൃത്തിയുണ്ടോ? വിനയത്തിന്റെ ചിന്തയാണ്. യാഫീമാബുദങ്ങൾ മദീനയിൽ കടക്കാൻ ധൈര്യമില്ല, മദീനയിലേക്ക് കടക്കാൻ ധൈര്യമില്ല. സ്വന്തം ശരീരത്തെ ഇകഴ്ത്തി കാണുകയാണ്. നമ്മളോ, നമ്മൾ ഈ ആഹ്റസമാനിന്റെ ചണ്ഡിതവറുകൾ, നമ്മൾ പലപ്പോഴും മറ്റുള്ളവന്റെ കുറ്റം കാണുകയാണ്, മറ്റുള്ളവരെ ദോഷങ്ങൾ നമ്മുടെ ദൃഷ്ടിയിൽ പതിയുകയാണ്. സ്വന്തം ദോഷത്തെക്കുറിച്ച് ചിന്തയില്ല, സ്വന്തം വിഷയത്തെക്കുറിച്ച് ആലോചനയില്ല. ഇതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കണ്ടേ മുഅ്മിനീങ്ങളെ? മനസ്സിൽ താഴ്മ വേണ്ടേ? വിനയം വേണ്ടേ? സ്വന്തമായി എത്ര തെറ്റ് ചെയ്തവനാണ് ഞാനെന്ന് ഞാൻ ആലോചിക്കണ്ടേ? എത്രയെത്ര നല്ല കാര്യം വിട്ടുപോയവനാണ് ഞാൻ, എത്രയെത്ര തിന്മകൾ വന്നുപോയവനാണ് ഞാനത് ആലോചിക്കണ്ടേ? ഒരു മനുഷ്യൻ വന്ന് കൈപിടിച്ച് ചുപ്പിക്കുമ്പോഴേക്ക് ഞാനൊരു വലിയവനായി എന്ന് ചിന്തിച്ചാൽ എന്റെ രഹസ്യം എന്റെ റബ്ബിനറിയില്ലേ? എനിക്കും കുറെയൊക്കെ അറിയില്ലേ? അങ്ങനെ ഓരോരുത്തരും അവനവന്റെ ശരീരത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ സുഹൃത്തുക്കളെ? ആരിഫീങ്ങൾ, ഔലിയാക്കൾ അത്തരം ചിന്തയിലേക്കല്ലേ ജനങ്ങളെ ക്ഷണിച്ചത്? അതല്ലേ ഇമാം ബുസീരി ഫഇന്ന അമ്മാറതി ബിസൂഇ മത്തഅത്തി മിൻ ജഹലി ഹബീനദീരി ശൈബി വൽഹറബി. ഉച്ചിലക്കോട് റൂസിൽ പാവപ്പെട്ടവൻ വരാൻ തുടങ്ങിയിട്ട് ദശകങ്ങൾ കുറെ കഴിഞ്ഞു പോയി. പക്ഷേ അന്നൊന്നും കറുത്ത രോമമല്ലാതെ താടിയിലും തലയിലുമില്ലായിരുന്നു. ഇപ്പോൾ എന്നോട് വിളിച്ചറിയിക്കാതെ ബൂസിനി തങ്ങൾ പറഞ്ഞതുപോലെ ഒരു മുന്നറിയിപ്പും നൽകാതെ തലയിലും താടിയിലുമൊക്കെ നരവന്ന് കയറിയില്ലേ? ഈ അതിഥിയെ സൽക്കരിക്കാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ലല്ലോ. ഈ നരവന്ന് കയറിയതെന്തിനാണ്? ക്ഷണിക്കാൻ വന്നതാണ്. പോകേണ്ടത് എങ്ങോട്ടാണ്? പോകേണ്ടത് ഖബറിലേക്കാണ്, റബ്ബിന്റെ കോടതിയിലേക്കാണ്. അതേ, ഒറ്റയ്ക്ക് കിടക്കാനുള്ള സ്ഥലത്തേക്കാണ്. അതിന്റെ ശേഷം പോകേണ്ടത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് കൂടുന്ന സദസ്സിലേക്കാണ്. അവിടെ വലിയ വലിയ മഹാന്മാരുണ്ട്, അബൂജഹലിനെ പോലെയുള്ള തമ്മാടികളുണ്ട്. അതേ, കള്ള് കുടിച്ചതിനാൽ, ലഹരി കുടിച്ചതിനാൽ അബൂജഹലിന്റെ ചലം നക്കേണ്ടി വന്ന മദ്യപാനികളുണ്ട്. പണം സമ്പാദിക്കുന്ന സ്ഥലത്ത് ഹറാമും ഹലാലുമില്ലാതെ പലിശ വാങ്ങിയതിനാൽ അതാ വയറ് തടിച്ചിട്ട് മല പോലെയുള്ള വയറുമായി കിടന്നിട്ട് ജനങ്ങൾ ചവിട്ടി വരിച്ചു പോകുന്നവരുണ്ട്. അവിടെ അതാ ലൈംഗികാവയവങ്ങളിൽ നിന്ന് വ്യഭിചാരക്കുറ്റം ചെയ്തതിനാൽ ദുർഗന്ധം വരുന്നവരുണ്ട്. കള്ളം പറഞ്ഞതിനാൽ വായയിലേക്ക് ഇരുമ്പിന്റെ കൊക്ക പ്രവേശിപ്പിച്ച് പിടിച്ചു വലിച്ച് പറിക്കുന്നവരുണ്ട്. പലതരക്കാരുമുള്ള ലോകത്തേക്ക് പോകാനുള്ളവനല്ലേ ഞാൻ? അവിടേക്ക് പോകാനുള്ളവരെയല്ലേ നമ്മളൊക്കെയും? നമുക്കൊന്ന് നമ്മുടെ ശരീരത്തിന്റെ ദുഷ്ചെയ്തികളെ കുറിച്ച് ചിന്തിച്ച് റബ്ബിനോടൊന്ന് തൗബ ചെയ്ത് ആ യാത്രയ്ക്ക് വേണ്ടി ഒന്നൊരുങ്ങിക്കൂടെ? ഫഇന്ന അമ്മാറതി ബിസൂഇ മത്തഅത്തി മിൻ ജഹലി ഹബീബി ശൈബി വൽഹറബി എന്നീ ഇമാം ബുസ്രി നിങ്ങൾ ചോദിച്ച അവിടുന്ന് പറഞ്ഞ വിഷയമുണ്ടല്ലോ. അതുപോലെ നരബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞ വിഷയമുണ്ടല്ലോ. അതേറ്റവും കൂടുതൽ ചിന്തിക്കാറുള്ളത് ഈ പാവപ്പെട്ട എനിക്ക് തന്നെയല്ലേ? മഹാനായ ഇബ്നുന്റെ ബാത്തത്തിൽ ശ്രീതങ്ങൾ പറഞ്ഞതുപോലെ, മോനെ, വാഴയുടെ മേലെയുള്ള വാഴക്കൊല അതിന്റെ
അതിന്റെ പച്ചയായ കായകൾ, അതിന്റെ തോലുകൾ പച്ച കളറിൽ നിന്ന് മഞ്ഞക്കളറിലേക്ക് നീങ്ങിയാൽ വാഴക്കുല കൊത്താനടുത്തായി എന്നതിന്റെ തെളിവല്ലയോ? ഓ മുഅ്മിനീങ്ങളെ, കാരണവന്മാരെ, ആ താടിയങ്ങ് പരണ്ടിയിട്ട് കാര്യമുണ്ടോ? താടിയിലും തലയിലുമുള്ള രോമങ്ങൾ കറുത്തത് വെളുത്തിട്ടുണ്ടെങ്കിൽ പഴം പറിക്കാനായി എന്നതിന്റെ ലക്ഷണമല്ലയോ? ഇബ്നു നബാത്തുൽ ബിസ്രി തങ്ങൾ യുവാക്കളോട് പറഞ്ഞു, മക്കളെ, തേങ്ങ വരണ്ടിട്ട് മാത്രമല്ലല്ലോ പറിക്കാറുള്ളത്, ഇളനീരും പറിക്കാറില്ലേ? പച്ചക്കായ ഇരിഞ്ഞെടുക്കാറില്ലേ? യുവത്വത്തിലും മരണം സംഭവിച്ചുകൂടെ? ഓ കുട്ടികളെ, ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ? അതേ പിടിയിട്ട് വരുമ്പോൾ ഈച്ച കുത്തിപ്പോകുന്നത് കണ്ടിട്ടില്ലേ? അതുകൊണ്ട് കുട്ടിക്കാലത്തും മരണം സംഭവിച്ചുകൂടെ? മടക്കമില്ലാതെ പോയ സ്ഥലത്ത് നീണ്ട യാത്ര, ആ പോകുന്ന സ്ഥലത്തതാ ഒറ്റക്കുള്ള കിടത്തം, മലായികത്തിന്റെ ചോദ്യം, അവിടെയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നീണ്ട വിചാരണയുടെ ലോകം, ആ ലോകം കഴിഞ്ഞിട്ട് പിന്നീടുണ്ടല്ലോ ഒരു വല്ലാത്ത ലോകമാണത്. ആ ലോകത്ത് വെച്ചാണ് പലരും ചിന്തിക്കുന്നത്, ദുന്യാവിലെ അഹങ്കാരം പരാജയത്തിന് കാരണമായി പോയി, അനാവശ്യം ഞാൻ പറയേണ്ടതില്ലായിരുന്നു, ആവശ്യമില്ലാത്തതിൽ ഇടപെടേണ്ടതില്ലായിരുന്നു, ഞാനൊരു അലിവിനെയും കുറ്റം പറയേണ്ടതില്ലായിരുന്നു, ഞാനൊരു മുഅ്മിനെയും ഗീബത്ത് പറയേണ്ടതില്ലായിരുന്നു, ഞാനതാ ഒരന്യപെണ്ണിന്റെ ചിത്രവും പിടിച്ചെടുക്കേണ്ടതില്ലായിരുന്നു, ഒരന്യപെണ്ണുമായും രാത്രിയിൽ കഥാ ടെലിഫോണിൽ സംസാരിക്കേണ്ടതില്ലായിരുന്നു, ഞാനൊരു പലിശയും വാങ്ങേണ്ടതില്ലായിരുന്നു, ഞാനൊരു ലഹരിയും കുടിക്കേണ്ടതില്ലായിരുന്നു. എനിക്കെന്റെ റബ്ബ് ആയിരക്കണക്കിന് വെള്ളം തന്നിട്ടില്ലേ? എനിക്കൊരുപാട് മധുരപാനീയം തന്നിട്ടില്ലേ? ഇളനീറും ജ്യൂസും പലതും തന്നിട്ടില്ലേ? പാലും തേനും തന്നിട്ടില്ലേ? പിന്നെ ഞാനെന്തിന് വിസ്കി കുടിച്ചു? ഞാനെന്തിന് ബ്രാൻഡി കുടിച്ചു? ഞാനെന്തിന് കള്ള് കുടിച്ചു? ഞാനെന്തിന് ലഹരി ഉപയോഗിച്ചു? ഞാനെന്റെ റബ്ബിനെ എന്തിന് മറന്നുപോയി? എനിക്ക് റബ്ബ് തന്ന നാവ് കൊണ്ട് ഞാനെന്തിന് കള്ളം പറഞ്ഞു? ഞാനെന്തിന് ഗീബത്ത് കേൾക്കാൻ വേണ്ടി പോയിരുന്നു? ഞാനെന്തിന് ഗീബത്ത് പറയുന്നവരുടെ കൂടെ നടന്നു? ഞാനെന്തിന് കള്ളം പറഞ്ഞു? ഞാനെന്തിന് വാക്ക് ലംഘിച്ചു? എല്ലാവരും ഈ കോടതിയിൽ വന്നവരാണല്ലോ, സൽക്കർമ്മികളായി ഇസ്തിഖാമത്തിന്റെ വഴിയിൽ നടന്നവർ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ദുഃഖമില്ലാതെ, അതേ ടെൻഷനില്ലാതെ, റബ്ബിന്റെ അനുഗ്രഹത്തോടുകൂടി അവര് സന്തോഷത്തോടെ നീങ്ങുകയാണല്ലോ. അവിടെ എത്തിയിട്ട് ചിന്തിക്കുന്നതിന് പകരം ഈ ഭൂമിയിൽ തന്നെ ആ യാത്രയെ കുറിച്ച് ചിന്തിച്ച് ജീവിക്കണേ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ. പഴയകാലത്തുള്ള ഉമ്മമാരൊക്കെ പരിപൂർണമായി ശരീരം മറച്ചുകൊണ്ട്, ശരീരം വളരെ നന്നായി പർദ്ദ ധരിച്ചുകൊണ്ട് വളരെ നന്നായി ജീവിക്കുമ്പോ അതിന് പകരം ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഫിറ്റായ ശരീരത്തിൽ ഫിറ്റായ ബോഡി എടുത്തു കാണിക്കുന്ന വസ്ത്രവും ധരിച്ച് അങ്ങാടിയിലൂടെ വിലസുന്നതിനും ആരുടെ മുന്നിലും അതാ ശരീരം വെളിച്ചത്താക്കി സംസാരിക്കുന്നതിനും എന്ത് ചെയ്യുന്നതിനും മടിയില്ലാത്ത ഒരു സമീപനമില്ലേ? റബ്ബിന്റെ കോടതിയിലെത്തിയിട്ട് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? പടച്ച റബ്ബിന്റെ മഹാന്മാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ ആ ലോകത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് അവർക്കുറക്കമില്ല. അവർ ഈ ലോകത്ത് വെച്ച് പൊട്ടി പൊട്ടി കരയുകയാണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടില്ലേ? സഹീഹുൽ ബുഖാരിയിൽ സ്ഥലം പിടിച്ച പേരാണ് മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ പേര്, അല്ലെങ്കിൽ അതുപോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുള്ള പേരാണ്.
ആ മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് പൊട്ടി പൊട്ടി കരയുകയാണ്. കരയുന്നത് കണ്ടപ്പോ വീട്ടിലുള്ള ഭാര്യക്കും മക്കൾക്കുമൊക്കെ വിഷമം തോന്നുകയാണ്. കരച്ചില് നിർത്തുന്നില്ല. തന്റെ സ്നേഹിതനാണ് അബൂ ഹാസിം റളിയല്ലാഹു അൻഹു. മക്കള് പോയി പറയുന്നു, ഓ ഗുരുവര്യരേ, നിങ്ങളെ സ്നേഹിതൻ ബാപ്പ വീട്ടിൽ വെച്ച് രാത്രി സമയത്ത് കരച്ചില് നിർത്തുന്നില്ല. അബൂ ഹാസിം റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നിട്ടോ അതാ മഹാനവറുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് കുടുംബത്തെ ബേജാറാക്കിയത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞത്? മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഓ സുഹൃത്തേ, ഖുർആനിലൊരായത്ത് ഞാൻ ഓർത്തുപോയി. ഞാൻ ആ ആയത്തിന്റെ സമീപത്തൂടെ എന്നെ ഒത്തുപോയി. ആയത്തെന്താണ്? വബദലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. സൂറത്തു സുമറിലുള്ള ആയത്താണ്. വലൗ അന്ന ലില്ലദീന ളലമൂ മാ ഫിൽ അർളി ജമീഅ. അക്രമം പ്രവർത്തിച്ചവൻ, തെറ്റ് പ്രവർത്തിച്ചവൻ, ഭൂമിയിലുള്ളത് മുഴുവനും എന്റെ കൈവശത്തിലുണ്ടെങ്കിൽ വമിസ്ലഹു മഅഹു, അത്രയും കൂടി ഉണ്ടെങ്കിൽ ലഫ്തദൗ ബിഹി, അത് കൊടുത്തിട്ട് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ചിന്തിക്കുന്ന സമയം മിൻ സൂഇൽ അദാബ്, കടുത്ത ശിക്ഷ കാണുമ്പോൾ ദുനിയാവും ദുനിയാവിലുള്ളത് മുഴുവനും കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് തെറ്റ് ചെയ്തവൻ ചിന്തിക്കുന്ന സമയം യൗമൽ ഖിയാമ, അത് അന്ത്യദിനമാണ്. വബദലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. അല്ലാഹുവിങ്കൽ നിന്ന് അവർ വിചാരിച്ചതിന് വിരുദ്ധമായി അവിടെ അതാ വെളിവായിരിക്കുന്നു. ഇവന്റെ ധാരണ, ഞാനങ്ങ് ചെന്നാൽ എന്നെ വലിയ ബഹുമാനത്തോടെ സൽക്കരിക്കുമെന്നാണ്, എനിക്കവിടെയും വലിയ പവറുണ്ടെന്നാണ്. അവിടെ ചെന്നപ്പോൾ പരാജയമാണെന്ന് ബോധ്യപ്പെട്ടു പോയി. ഇങ്ങനെ ഒരു സമയമുണ്ടല്ലോ. ഇത് ഖുർആനിൽ വന്നപ്പോൾ എനിക്ക് കരച്ചിൽ നിൽക്കുന്നില്ല. എന്റെ കാര്യം എന്താണ്? അതെ, അബൂ ഹാസിം റളിയല്ലാഹു അൻഹുവിന് ഈ ആയത്ത് ഓതിക്കൊടുത്ത് വിവരം പറഞ്ഞപ്പോൾ അബൂ ഹാസിം തങ്ങളും പൊട്ടി പൊട്ടി അങ്ങ് കരച്ചു. പടച്ചവന്റെ കോടതിയിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഓ സുഹൃത്തുക്കളെ, സാലിഹീകൾക്ക് രാത്രിയിൽ ഉറക്കമില്ല. അവര് റബ്ബിനെ ഭയപ്പെട്ട് കരയുകയാണ്. നമുക്കോ ഹറാമും ഹലാലും ചിന്തയില്ല. നല്ലത് മാത്രം പ്രവർത്തിച്ച് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിന് പ്രചോദനത്തിന് നമ്മുടെ വാദുകളും ക്ലാസുകളും നമ്മുടെ സദസ്സുകളും റൂസുകളും ഒക്കെ നിമിത്തമായാൽ അത് വലിയ ഭാഗ്യം തന്നെ. പടച്ച റബ്ബേ, ഞങ്ങളെ ഈ മജ്‌ലിസ് നീ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്‌ലിസായി ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ വാക്കുകളും പ്രവർത്തികളുമൊക്കെ നീ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കണേ റഹ്മാനേ.